മറ്റൊരിക്കൽ ഒരു സഹാബി വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, എനിക്കൊരു വസിയ്യത്ത് നൽകണം. നബിയുടെ മറുപടി, ലാ തഗ്ദബ്, നീ കോപിക്കരുത്, ദേഷ്യം പിടിക്കുന്നവനാവരുത്. അദ്ദേഹം പറഞ്ഞു, സിദ്നി, വർദ്ധിപ്പിച്ചു തരൂ. വീണ്ടും നബി ആവർത്തിച്ചു, ലാ തഗ്ദബ്, നീ കോപിക്കരുത്. അദ്ദേഹം പറഞ്ഞു വീണ്ടും, നബിയെ എന്നെ ഉപദേശിക്കൂ, എനിക്ക് വസിയ്യത്ത് നൽകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ദബ്, നീ കോപിക്കരുത്. കാരണം കോപം എന്നത്, ദേഷ്യം പിടിക്കുക എന്നത് നിങ്ങളെ പരാജയപ്പെടുത്തുന്ന കാര്യമാണ്. ഭൂമിയിൽ നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും, ഒരുപാട് മനുഷ്യരുണ്ടാകും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഫിത്നയാണ്. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന അതസ്ബിറൂൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ഫിത്നയാണ്. എന്തു വേണം അവിടെ? അതസ്ബിറൂൻ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ്. പ്രവാചകൻ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഒരു മല്ലയുദ്ധത്തിൽ തൻ്റെ എതിരാളിയെ അടിച്ചിടുന്നവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം പിടിക്കുമ്പോൾ ഹൃദയത്തെ പിടിച്ചു വെക്കുകയും മനസ്സിനെ പിടിച്ചു വെക്കുകയും കോപത്തെ അടക്കുകയും ചെയ്യുന്നതാരോ അവനാണ് ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് എത്ര മോശമായി പെരുമാറിയാലും അങ്ങോട്ട് നന്നായി പെരുമാറലാണ് ഖൈറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് വളരെ നല്ല നിലക്ക് പെരുമാറുന്നു, അവരെന്നോട് എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കുന്നു, പക്ഷേ അവരെന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇൻ കുൻത കമാ ഖുൽത ഫകഅന്നമാ തുസിഫുഹുൽ മല്ലാ, നീ പറഞ്ഞതുപോലെയാണെങ്കിൽ അവരെ നീ ചുടുവെണ്ണീര് തീറ്റിക്കുന്നതിന് സമമാണ്. എന്നിട്ട് നീ ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും അത് കണ്ടിന്യൂ ചെയ്യുകയുമാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ സഹായിക്കാൻ ഒരാളുണ്ടാകും എന്ന് പറഞ്ഞാൽ, നമ്മോട് മോശമായി പെരുമാറുന്നവരോടും നാം അങ്ങോട്ട് മാന്യമായി പെരുമാറിയാൽ അള്ളാഹുവിൽ നിന്ന് നമ്മെ സഹായിക്കുവാനുള്ള ഒരു സഹായി, ഒരു മലക്കിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.